പഴയ ഫോൺ മാറ്റി പുതിയ ഫോൺ വാങ്ങുമ്പോൾ പഴയ ഫോൺ വിൽക്കുന്നത് സാധാരണ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പഴയ ഫോണിലുള്ള സ്വകാര്യ വിവരങ്ങൾ മുഴുവൻ പുതിയ ഉടമയുടെ കൈകളിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടോ? ഫോട്ടോകൾ, വീഡിയോകൾ, കോണ്ടാക്റ്റുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, ഇമെയിലുകൾ, ബാങ്കിംഗ് ആപ്പുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങി നമ്മുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് ഒരു ഫോണിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഫോൺ വിൽക്കുന്നതിന് മുൻപ് വെറുതെ കുറച്ച് ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ. ഫോൺ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് മുൻപ് നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വിവരങ്ങളുടെ ബാക്കപ്പ് എടുക്കുക എന്നതാണ്. ഫോൺ വിൽക്കുന്നതിന് മുൻപുള്ള ആദ്യത്തെ ജോലി ബാക്കപ്പ് എടുക്കുക എന്നതാണ്. പഴയ ഫോണിലുള്ള ഫോട്ടോകൾ, വീഡിയോകൾ, കോണ്ടാക്റ്റുകൾ, ഡോക്യുമെന്റുകൾ, മറ്റ് പ്രധാനപ്പെട്ട ഫയലുകൾ എന്നിവ പുതിയ ഫോണിലേക്കോ സുരക്ഷിതമായ ക്ലൗഡ് സംവിധാനത്തിലേക്കോ മാറ്റുക. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ബാക്കപ്പ് സംവിധാനങ്ങൾ പരിശോധിക്കാം. ഐഫോൺ ആണെങ്കിൽ ഐക്ലൗഡിലെ കമ്പ്യൂട്ടറിലോ ബാക്കപ്പ് എടുക്കാവുന്നതാണ്. ആപ്പിൾ ഔദ്യോഗികമായി തന്നെ പഴയ ഐഫോൺ വിൽക്കുന്നതിന് മുൻപ് ബാക്കപ്പ് എടുത്ത് പുതിയ ഉപകരണത്തിലേക്ക് വിവരങ്ങൾ മാറ്റാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ബാക്കപ്പ് എടുത്ത ശേഷം പുതിയ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോകളും കോണ്ടാക്റ്റുകളും പ്രധാന ഫയലുകളും ശരിയായി എടുത്തിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കുക. 2, സിം കാർഡ് നീക്കം ചെയ്യുക എന്നതാണ്. ഫോൺ കൈമാറുന്നതിന് മുൻപ് നിങ്ങളുടെ സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇത് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നിയാലും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ പുതിയ ഉടമയുടെ കയ്യിൽ പോകാതിരിക്കാൻ സിം കാർഡ് നീക്കം ചെയ്യുക. മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന ഫോൺ ആണെങ്കിൽ അതും എടുത്തു മാറ്റുക. മെമ്മറി കാർഡിൽ ഫോട്ടോകളും വീഡിയോകളും മറ്റു വ്യക്തിഗത ഫയലുകളും ഉണ്ടാകാം. ഇ സിം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോൺ വിൽക്കുന്നതിന് മുൻപ് ഇ സിം കൈമാറ്റം ചെയ്യേണ്ടതുണ്ടോ ഇല്ലെങ്കിൽ അത് മായ്ക്കണോ എന്നത് നിങ്ങളുടെ മൊബൈൽ സേവനദാതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉറപ്പാക്കാവുന്നതാണ്. 3, ബാങ്കിംഗ് പണമിടപാട് ആപ്പുകൾ പരിശോധിക്കുക എന്നതാണ്. ഫോണിൽ ബാങ്കിംഗ് ആപ്പുകൾ, പണമിടപാട് ആപ്പുകൾ, ഡിജിറ്റൽ വാലറ്റുകൾ എന്നിവ ഉണ്ടാകാം. ഫോൺ കൈമാറുന്നതിന് മുൻപ് ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുക. UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. പുതിയ ഫോണിലേക്ക് മാറിയ ശേഷം പഴയ ഫോണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാങ്കിംഗ് സേവനങ്ങളും ഉപകരണ ബന്ധങ്ങളും പരിശോധിക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റുകളിൽ കാർഡുകളോ മറ്റു പേയ്മെന്റ് വിവരങ്ങളോ ചേർത്തിട്ടുണ്ട് എങ്കിൽ അവ നീക്കം ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പാക്കുക. 4, വാട്സപ്പും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമാണ്. നമ്മുടെ ഫോണിലെ ഏറ്റവും സ്വകാര്യമായ വിവരങ്ങളിൽ ഒന്നാണ് വാട്സപ്പ്. അതുകൊണ്ട് പുതിയ ഫോണിലേക്ക് വാട്സപ്പ് മാറ്റിയ ശേഷം പഴയ ഫോണിൽ നിങ്ങളുടെ അക്കൗണ്ട് തുടരുന്നില്ല എന്ന് ഉറപ്പാക്കുക. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ജിമെയിൽ തുടങ്ങിയ അക്കൗണ്ടുകളിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പാസ്വേഡുകൾ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവയെക്കുറിച്ചും ശ്രദ്ധിക്കുക. 5ാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ആപ്പിൾ അക്കൗണ്ട് നീക്കം ചെയ്യുക എന്നതാണ്. ആൻഡ്രോയിഡ് ഫോൺ വിൽക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപകരണത്തിൽ നിന്ന് നീക്കം ചെയ്യണം. ഗൂഗിളിന്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങളിലും ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉപകരണത്തിലെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ സുരക്ഷാ വിവരങ്ങൾ കൈവശം വെക്കാനും പറയുന്നുണ്ട്. ഐഫോൺ ആണെങ്കിൽ ആപ്പിൾ അക്കൗണ്ടിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യണം. ഫൈൻഡ് മൈ പോലുള്ള സേവനങ്ങളും പരിശോധിക്കാവുന്നതാണ്. ആപ്പിളിന്റെ നിർദ്ദേശപ്രകാരം ഫോൺ മായ്ക്കുന്നതിന് മുൻപ് അക്കൗണ്ടിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുകയും തുടർന്ന് എറേസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിംഗ്സ് ഉപയോഗിച്ച് ഉപകരണം മായ്ക്കുകയും വേണം. ഇത് ചെയ്തില്ലെങ്കിൽ പുതിയ ഉടമയ്ക്ക് ഫോൺ സജ്ജീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. 6ാമത് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഫോൺ സ്റ്റോറേജിൽ ബാക്കിയാകാതിരിക്കാൻ ഫാക്ടറി റീസെറ്റ് ചെയ്യണം. ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് മുൻപ് ബാക്കപ്പ് ഉറപ്പാക്കണം. കാരണം ഫാക്ടറി റീസെറ്റ് ചെയ്താൽ ഫോണിലെ ഡാറ്റ മായ്ക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ പഴയ ഫോൺ വിൽക്കുന്നത് ഒരു സാധാരണ വിൽപ്പനയായി മാത്രം കാണരുത്. അത് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മറ്റൊരാളുടെ കൈകളിലേക്ക് പോകുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ബാക്കപ്പ് എടുക്കുക, അക്കൗണ്ടുകൾ നീക്കം ചെയ്യുക, സിം കാർഡ് മാറ്റുക, ബാങ്കിംഗ് വിവരങ്ങൾ പരിശോധിക്കുക, അവസാനം ശരിയായ രീതിയിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഇങ്ങനെ കുറച്ചു മിനിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കാൻ കഴിയും. നിങ്ങൾ പഴയ ഫോൺ വിൽക്കാൻ പോകുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെക്കുക. പഴയ ഫോൺ വിൽക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.